പ്രതിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിൽ പോലീസ് വീഴ്ചകൾ എണ്ണി പറഞ്ഞ് കോടതി. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ പരാജയം. സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമെന്നും കോടതി. ടി.ജി. മോഹൻദാസിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടർന്നും ഉപയോഗിക്കാം. ACJM കോടതി ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നു. VS അനു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനു, മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് വീഴ്ചകൾ കോടതി തന്നെ പറയുമ്പോൾ എന്തൊക്കെയാണ് അക്കമിട്ട് നിരത്തുന്ന നിരീക്ഷണങ്ങൾ? സേതു, RSS സഹയാത്രികനായിട്ടുള്ള ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് മോഹൻദാസിന് ജാമ്യം ലഭിച്ചത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നത്. ഇവിടെയാണ് ഈ കേസ് പരിഗണിച്ച ACJM കോടതി വളരെ കൃത്യമായി പറയുന്നു, പോലീസിന്റെ വീഴ്ചകളുണ്ട്. കാരണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അയാൾക്ക് നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഡയറക്ഷനാണ്. അത് കേരള പോലീസ് പാലിച്ചിട്ടില്ല എന്ന വളരെ ഗുരുതരമായ ആരോപണം, അത് പോലീസ് വീഴ്ച തന്നെയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവെടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ നോട്ടീസ് നൽകുക എന്നത് പൊതു നിയമമാണ്. അറസ്റ്റ് അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഉണ്ടാകേണ്ടത്. നോട്ടീസ് നൽകാത്തതിന് മതിയായ കാരണം കേരള പോലീസിന് ബോധ്യപ്പെടുത്താനായില്ല. നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യേണ്ട അസാധാരണമായ സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പ്രോസിക്യൂഷന്റെ വാദം ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ശിക്ഷ 7 വർഷത്തിൽ താഴെയെങ്കിൽ നോട്ടീസ് നൽകാതിരിക്കാനാവില്ല എന്നുള്ള കാര്യം കൂടെ പോലീസ് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നിയമ വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെതിരെ അറസ്റ്റ് ചെയ്തത് ഒരു SDPI നേതാവിൻ്റെ പരാതിയിലാണ്. അതായത് ജന്തർ മന്ദറിൽ സമരം നടത്തുന്ന CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുത്ത വനിതകളെ അതിമോശമായി ചിത്രീകരിച്ച ടി.ജി. മോഹൻദാസിനെതിരെ നിരവധി വനിതാ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. പക്ഷേ അവരുടെ ആരുടെയും ഏതെങ്കിലും ഒരു വനിതാ നേതാവിൻ്റെ പരാതിയിലായിരുന്നു ഈ കേസ് എടുത്തതെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ബലം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് SDPI പ്രവർത്തകൻ്റെ പരാതിയിൽ ആ കേസ് എടുത്തതോടുകൂടി അവിടെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വൈര്യം അവിടെ ആ ഒരു ഹർജിയിൽ ഉണ്ടാകും, പരാതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ വനിതകളുടെ നേതൃത്വത്തിൽ ആരുടെയെങ്കിലും പരാതിയിലായിരുന്നു ഈ അറസ്റ്റും മറ്റു നടപടികളും ഉണ്ടായിരുന്നതെങ്കിൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കോടതി ഇക്കാര്യത്തെ കാണുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും പോലീസിന് വളരെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ഈ ACJM കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, ശരിയാനു.